നിറഞ്ഞ പുഞ്ചിരിയും നിറയെ കളിക്കോപ്പുകളുമായി വരുന്ന അച്ഛനെ കാത്തുകാത്ത മുത്തച്ഛന്റെ തോളിൽ തളർന്നു കിടക്കുന്ന ഒരു 4 വയസ്സുകാരൻ. മകൻ വരുമെന്ന പ്രതീക്ഷയിൽ കുടുംബത്തെ കരുത്തോടെ ചേർത്ത് നിർത്തുമ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്നത് എന്റെ ചോരയെന്ന് വിരുമ്പിപ്പോകുന്ന ഒരമ്മ. പ്രതീക്ഷയുടെ തുരുത്തുകൾ ഇപ്പോഴും നിഴലിക്കുന്ന കണ്ണുകൾ അനന്തതയിലേക്ക് നീട്ടി കാത്തിരിക്കുന്ന ഒരച്ഛൻ. പ്രാണന്റെ പാതിയായവൻ എവിടെയെന്നറിയാത്ത ശൂന്യതയിൽ നെഞ്ചിലൊരു കനപ്പെട്ട വിങ്ങലിനപ്പുറം എന്ത് വികാരമായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുക? 3 ദിവസം കൊണ്ട് കണ്ടുപരിചയിച്ച ഒരൊറ്റ ചിത്രത്തിനപ്പുറം ഒരു ഹൃദയബന്ധവുമില്ലാതിരുന്നിട്ടും അർജുൻ നമ്മുടെയൊക്കെ മനസ്സിനെ ഇത്രയും മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ 6 രാപ്പകലുകളെ പ്രതീക്ഷയുടെ, ഇച്ഛാഭംഗത്തിന്റെ, അനിശ്ചിതത്വത്തിന്റെ ഇരുട്ടും പേര് തള്ളി നീക്കിയ ആ കുടുംബത്തെ ഏത് വാക്കു പറഞ്ഞ് ആശ്വസിപ്പിക്കും? മാനുഷിക ബന്ധങ്ങളുടെ ആഴം സ്നേഹത്തിന്റെ നൂലിൽ കോർത്ത് കാത്തിരിക്കുന്ന ആ മനുഷ്യർക്ക് നിർത്താതെ പെയ്യുന്ന മഴയോ കുന്നുകൂടിയ മൺകൂന സൃഷ്ടിക്കുന്ന തടസ്സമോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. 6 പകലിനും 6 രാത്രിക്കും ശേഷവും മണ്ണിനടിയിൽ കിടക്കുന്ന അർജുനും ഉറപ്പായ ഒരു കണക്ക് പോലുമില്ലാത്ത മറ്റു മനുഷ്യരെയും കണ്ടെത്താൻ കർണാടക എന്ന സംസ്ഥാനത്തെ ഒരു സംവിധാനത്തിനുമാകുന്നില്ലെങ്കിൽ അതാരുടെ പിടിപ്പുകേടാണ്? അർജുൻ എന്നൊരു മലയാളി ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ മണ്ണിനോട് ചേർന്ന വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്ന മനുഷ്യർക്കു കൂടി വേണ്ടിയാണ് സിദ്ധരാമയ്യ സർക്കാർ കന്നഡ സംവരണം കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് ഓർക്കണം. അർജുനും ഒപ്പം ഊരും പേരും അറിയാതെ ആ മണ്ണിനടിയിൽ കിടന്ന ഒരിറ്റ ശ്വാസത്തിനു വേണ്ടി പിടയ്ക്കുന്ന മനുഷ്യരും 3 ദിവസം